ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ ഈ മഴ സമയത്ത് കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. എന്താണെന്നറിയോ? ഉള്ളിവട. ഉള്ളിവട എന്ന് പറഞ്ഞാൽ മഴയത്ത് കഴിക്കാൻ പറ്റിയ സാധനം കേട്ടോ. ഇതിൽ വെളിച്ചെണ്ണ അധികം കുടിച്ചിട്ടില്ല, നല്ല ക്രിസ്പി ആയിരിക്കും, നല്ല സ്വാദുണ്ടാവും കേട്ടോ. വെളിച്ചെണ്ണ അധികം കുടിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ അതിന് വേറെ ഒരു സാധനം കൂടി ഞാൻ അതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് 3 സവാള എടുത്തിട്ടുണ്ട്. 3, 4, 5 എടുക്കാം കേട്ടോ. ആൾക്കാരനുസരിച്ച് സവാള എടുത്ത് കൊടുക്കാം. സവാള എടുക്കാം കേട്ടോ. ഇതൊന്ന് നൈസായിട്ട് അരിയണേ. അപ്പോഴാണ് ഉള്ളിവടയ്ക്ക് ടേസ്റ്റ് വരിക. ഇനിയിപ്പോൾ കത്തിക്ക് മൂർച്ചയില്ല എന്നുണ്ടെങ്കിൽ വേറൊരു കത്തി വെച്ചിട്ട് ഇത് 2 ഭാഗം ഭാഗം ഒന്ന് ഉരച്ചു കൊടുത്ത് നോക്ക്. ബ്ലേഡ് പോലെ വരും, നല്ല മുറിച്ചിട്ട്. എൻ്റെ കത്തിക്കൊക്കെ നല്ല മുറിച്ചാണ്. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളിവടയിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നല്ലോണം കൈ വെച്ചിട്ടൊന്ന് ഞെരട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഉള്ളിയിൽ നിന്ന് വെള്ളം ഇറങ്ങും. ആ വെള്ളം നോക്കിയിട്ട് വേണം നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കാനും അടുത്ത വെള്ളം ഒഴിക്കാനും. അല്ലെങ്കിൽ ആകെ ചിളപിളാന്നായി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും മുരിഞ്ഞു കിട്ടാനേ. ഇപ്പോൾ വേണ്ട ഞെരട്ടി കൊടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുനുകുനാന്നരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് പച്ചമുളകും കുനുകുനാന്നരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില മാത്രം അരിഞ്ഞിട്ടില്ല, അത് നേരിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഇതാണ് എണ്ണ കുടിക്കാണ്ട് ക്രിസ്പി ആയി കിട്ടുന്നത് കേട്ടോ. ഇതിലേക്ക് 4 ടേബിൾ സ്പൂണോളം മൈദ ചേർക്കുന്നുണ്ട് കേട്ടോ. ഉള്ളി കൂടിയിരിക്കണം, പൊടികളൊക്കെ കുറഞ്ഞിരിക്കണം, അപ്പോഴാണ് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കുറേ പൊടികൾ അങ്ങോട്ടായിട്ട് ഉള്ളി കുറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് വരില്ല. ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഒരു തളർത്തി എടുക്കാം കേട്ടോ. സബോളനെ കുഴച്ച് ഒരു ഇത്തിരി കൂടി കുറവുണ്ടായിരുന്നു പൊടിക്ക്, അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂണിനേക്കാളും കുറച്ചും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി, ലേശം മഞ്ഞൾപ്പൊടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. പറയാത്തവരൊക്കെ ചെയ്യുന്നൊക്കെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇതിലേക്ക് കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട്, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്തത് ചേർക്കാൻ പോണത് എന്താണെന്ന് പറയും, അയമോദകം ഉണ്ടല്ലോ. ആദ്യമൊക്കെ തട്ടുകടയിലൊക്കെ നമ്മൾ ഉള്ളിവടയൊക്കെ മേടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആവും കേട്ടോ കഴിക്കാനായിട്ട്. അവരതിൽ അയമോദകം ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അങ്ങനെ കാണാറില്ല. ഇതിപ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ലേശം ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ അതൊക്കെ മാറിക്കിട്ടും. ഇതായിട്ടുണ്ട്. ഇനി വറുത്തെടുക്കാം കേട്ടോ. എപ്പോഴും കനം കുറച്ചൊന്ന് കയ്യിലിട്ടൊന്ന് പരത്തിയിട്ട് ഉണ്ടാക്കുക. തീ കുറച്ചിട്ട് കൊടുക്കുക. കരിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ, അപ്പോൾ തീ കുറച്ചിട്ടിട്ട് വേണം അതിലിട്ട് കൊടുക്കാനായിട്ട്. ഈ നല്ലോണം മൊരിഞ്ഞ് വരട്ടെ. തീ കുറച്ചിടുമ്പോഴാണ് ഉള്ളൊക്കെ നല്ലോണം മൊരിഞ്ഞ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അറിയാത്തവരൊക്കെ ചെയ്ത് നോക്കുക. മഴ സമയത്ത് ഉണ്ടാക്കി നോക്കുക, ഭയങ്കര ടേസ്റ്റൊക്കെ കഴിക്കാൻ. പിന്നെ ഒരു കട്ടൻ ചായ ഉണ്ടല്ലോ, അതും കൂടി ആയിക്കഴിഞ്ഞ് പറയണ്ട എന്താ ടേസ്റ്റ്. അറിയാത്തവർ ചെയ്ത് നോക്കാം കേട്ടോ. ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. 3 സവോളയ്ക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. നല്ല സ്വാദുണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അറിയാത്തവരുണ്ടാക്കി നോക്കാം. ഞാൻ പിന്നെയും പറയണേ, അറിയാത്തവരുണ്ടാക്കി നോക്കാം. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം.